അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് വളരെ നിർണായകമായ ഒരു മുന്നറിയിപ്പ് ഉയരുകയാണ്. ഇന്ത്യയെ പിണക്കിയാൽ നമ്മൾ പണി വാങ്ങും. ഇത് പറയുന്നത് മറ്റാരുമല്ല, ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പ്രമുഖ നേതാക്കളാണ്. പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരിക അമേരിക്ക തന്നെ ആയിരിക്കുമെന്ന കർശനമായിട്ടുള്ള താക്കീതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമായിട്ടുള്ള പ്രമുഖ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള CSIS സംഘടിപ്പിച്ച പരിപാടിയിൽ റിപ്പബ്ലിക്കൻ MP റിച്ചാർഡ് മക്കാർമിക് നടത്തിയ പ്രസ്താവനകൾ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. പാകിസ്ഥാനെയും ഇന്ത്യയും താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. മക്കോർമിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയാൽ അത് നമ്മളെ തന്നെ വലിയ കുഴപ്പത്തിലാക്കും. നേരെ മറിച്ച് പാകിസ്ഥാനിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കാനാണ്? 30 കോടി ജനസംഖ്യയുള്ള പാകിസ്ഥാൻ അമേരിക്കയിൽ എന്ത് നിക്ഷേപമാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ അതല്ല. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക മാത്രമല്ല, ഇന്ത്യൻ വ്യവസായികൾ അമേരിക്കൻ മണ്ണിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നടത്തുകയും അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ട്രംപ് സ്വീകരിച്ചു വരുന്ന ചില നിലപാടുകളാണ് ഇത്തരമൊരു മുന്നറിയിപ്പിലേക്ക് സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പാകിസ്ഥാനോട് മൃദു സമീപനം കാണിക്കുകയും ഇന്ത്യയുമായിട്ടുള്ള ചില തന്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ അകലം പാലിക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് റിപ്പബ്ലിക്കൻ നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള കുടിയേറ്റ വിസകൾ നിർത്തിവെച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം കർശന നിലപാടെടുത്തത്. എങ്കിലും ഏഷ്യയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാൻ ഇന്ത്യയെ പോലൊരു കരുത്തനായ പങ്കാളിയെ മാറ്റി നിർത്തുന്നത് അമേരിക്കയ്ക്ക് ആത്മഹത്യാപരം തന്നെയായിരിക്കും. ഇവിടെ വെറും പണത്തിന്റെ കാര്യം മാത്രമല്ല അമേരിക്കൻ പ്രതിനിധികൾ സൂചിപ്പിക്കുന്നത്, മറിച്ച് ഇന്ത്യയുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ടാലന്റ് പൂളിനെ പറ്റി കൂടിയാണ്. അതിനെപ്പറ്റി കൂടി സംസാരിക്കുന്നുണ്ട്. ലോകത്തിന് മുഴുവൻ പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുടെ സാമ്പത്തിക മേഖലകളിലെ പ്രധാന ഒഴിവുകൾ നികത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രഗത്ഭരാണ്. ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മാനവ വിഭവശേഷിയും സാങ്കേതിക സഹകരണവും ഒക്കെ അമേരിക്കയ്ക്ക് നഷ്ടമാകും. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സഹായമില്ലാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പഴയതുപോലെ പാകിസ്ഥാനെയും ഇന്ത്യയും ഒരേ തട്ടിൽ കാണാൻ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല. ഇന്ത്യ വെറും ഒരു വിപണി മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു പങ്കാളിയാണ്. ട്രംപ് ഭരണകൂടം ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്നും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണമെന്നാണ് സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ MP തന്നെ ആവശ്യപ്പെടുന്നത്. ലോകക്രമം മാറുകയാണ്. അവിടെ ഇന്ത്യയെ കൂടെ നിർത്തുക എന്നത് അമേരിക്കയുടെ കൂടെ ആവശ്യമായി വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.